ഓക്കെ, നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൊരിങ്ങ എന്നുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ കൂടെ തന്നെ റിലീസ് ആകാൻ പോകുന്ന അടുത്ത ഉൽപ്പന്നമായിട്ടുള്ള വൈറ്റമിൻ സി സിങ്ക് ആംല ടേമറിക് ച്യൂവബിൾ ടാബ്ലറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന്റെ പേരിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മൾ ഇന്ന് ഈ വൈറ്റമിൻ സി എന്ന് പറയുമ്പം ഒട്ടും അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് പ്രൊഡക്റ്റുകൾ വൈറ്റമിൻ സി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നിലവിൽ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ ഈ വഴിയെ സംസാരിക്കാം. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി സിങ്ക് ആംല ടേമറിക് ച്യൂവബിൾ ടാബ്ലറ്റുകളാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിപണിയിലേക്ക് നമ്മുടെ ടീം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയുമ്പോൾ, നമ്മുടെ മുരിങ്ങ പ്രൊഡക്റ്റ് നോർമൽ നമ്മൾ വെള്ളത്തോടൊപ്പം കഴിക്കേണ്ടതാണെങ്കിൽ ഇത് നമുക്ക് ഒരു ലൈക്ക് ക്യാൻഡി പോലെ നമുക്ക് ചവച്ചരച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാബ്ലറ്റുകളാണ് ഈ പറയുന്ന വൈറ്റമിൻ സി സിങ്ക് അംല ടോമറിക് ച്യൂവബിൾ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതും മെയിൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനർജി, കാർബോഹൈഡ്രേറ്റ്, ടോട്ടൽ ഷുഗേഴ്സ് ഒക്കെ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഒന്നാമത് ഇത് ഓറഞ്ച് ഫ്ലേവറിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ഈ സാധനം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് നോർമൽ ഇപ്പൊ ഇതിനൊരു പ്രത്യേക ഒരു സമയമോ കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കുന്ന ലാഘവത്തിൽ കഴിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോഴും അംല, അതായത് നെല്ലിക്കയാണ്. നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മൾ വൈറ്റമിൻ സി ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാനും, അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ, അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഈ പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും മറ്റുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമ്ലയുടെ ഫീച്ചറുണ്ട്, ഈ ഒരു ഫീച്ചറോട് സാധിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തതാണ് ഇമ്മ്യൂൺ സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു രോഗപ്രതിരോധ ശേഷി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വളരെ വലിയൊരു സപ്പോർട്ട്, വളരെയധികം ഒരു പ്രാധാന്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുമ്പോൾ. അടുത്തത് ലിവറിന്റെ ഹെൽത്ത് ആണ്. നമ്മുടെ ലിവറിന്റെ ഹെൽത്ത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, നല്ല രീതിക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പ്രായമായിട്ടുള്ള ആളുകൾ, അല്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് ഈ നെല്ലിക്കൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുക, അത്തരം സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ കഴിക്കണമെന്ന് ഇല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പൊ ഇത് ഈ ഒരു ഫീച്ചർ, അതായത് ലിവർ ഹെൽത്ത് എന്നൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു ആംല ഫ്രൂട്ട് എക്സ്ട്രാക്റ്റിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നെല്ലിക്ക നമ്മളങ്ങനെ കഴിക്കുന്നില്ലല്ലോ. കഴിക്കാത്ത ആളുകൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് നെല്ലിക്ക എത്തുക എന്ന് പറയുമ്പോൾ വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഡൈജസ്റ്റീവ് എയ്ഡ്, നമുക്കറിയാം നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഗട്ട് ഹെൽത്ത് അടിപൊളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് നമുക്ക് ഈ ആംലയുടെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം ഈ പ്രമേഹ രോഗികൾക്കൊക്കെ ഈ നെല്ലിക്ക കഴിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഒരു അഡസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് ഇതിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നേരെ സംസാരിച്ചിട്ടുള്ള ഈ പറയുന്ന ടേമറിക് ആണ്. ടേമറിക് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ജോയിന്റ് ഹെൽത്ത് ഒക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ഹെൽത്ത്, നേരത്തെ നമ്മൾ സംസാരിക്കാത്ത ഒരു കാര്യമാണ് ബ്രെയിൻ ഹെൽത്ത്. നേരത്തെ നമ്മൾ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്ത്, അതുപോലെ തന്നെ അതിന്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മഞ്ഞൾ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൂചിപ്പിച്ച രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂൺ സപ്പോർട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ, അടുത്തൊരു ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോൾ സിട്രസ് ബയോഫ്ലാവനോയിഡ്സ് ആണ്. അതായത് സാധാരണ ഈ സിട്രസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഈ നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലികളിൽ നിന്നാണ്. അപ്പോൾ അതായത് മെയിൻ ആയിട്ട് നമ്മുടെ വൈറ്റമിൻ സി കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സിട്രസിന്റെ പ്രസൻസ് സാധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ആയാലും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും, സ്കിൻ ഹെൽത്ത് നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു സിട്രസ് ബയോഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ടേസ്റ്റ് തന്നെ ഓറഞ്ച് ഫ്ലേവേർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും കഴിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണിത്. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ആന്റി അലർജിക് ആണ്. അതായത് നമുക്ക് ഹിസ്റ്റമാൻ റിലീസ് അറിയാലോ, ഈ നമുക്ക് ഒരു
അലർജിക് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ബേസ്റ്റ് ആവുന്ന സമയത്താണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത്. നമ്മളത് മുമ്പ് ആന്റി അലർജി പോലുള്ള പ്രൊഡക്റ്റുകൾക്ക് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഹിസ്റ്റമിൻ ബേസ്റ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സിട്രസ് ഫ്ലവനോയിഡ്സിന്റെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നാണ് സിങ്ക്. നമുക്കറിയാം സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ എന്ത് രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായാലും പെട്ടെന്ന് നമ്മൾ ആ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറും അത് തന്നെയാണ് വൂണ്ട് ഹീലിംഗ് ആണ്. നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഹെൽത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോയിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ബ്രെയിൻ ഫങ്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സിങ്കിന്റെ മറ്റൊരു പ്രത്യേകത ഹോർമോണൽ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിൽ വേരിയേഷൻ സംഭവിക്കാം, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് റീസൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്താണ് ഹോർമോണൽ ഇംബാലൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോർമോണൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി സിങ്കിന്റെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറയുമ്പം ഇത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ കൊളാജൻ സിന്തസിസ്, അതായത് നമ്മുടെ സ്കിന്നിന്റെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ, സ്കിൻ അധികം ഡാമേജ് ആവാത്ത രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സപ്പോർട്ടീവ് സിസ്റ്റമാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വൈറ്റമിൻസിന്റെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയേൺ, അതായത് ഇരുമ്പിന്റെ, നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ആവശ്യമായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം, സ്കിന്നിന്റെ ആരോഗ്യം, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ഈ പറയുന്ന വൈറ്റമിൻ സി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓവറോൾ ഒരു പ്രത്യേകത, ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് എന്ത് ലഭിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. രണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. സ്കിൻ ഹെൽത്ത്, നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നു. ഗട്ട് ഹെൽത്ത്, നമ്മുടെ കുടലിന്റെ ആരോഗ്യം നല്ല രീതിക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബോൺ ഹെൽത്ത്, അതായത് നമ്മുടെ എല്ലുകളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. എനർജി ആൻഡ് വിറ്റാലിറ്റി, നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്കൊരു എനർജി കുറവ് ഫീൽ ചെയ്യുമല്ലോ, അതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എനർജി നല്ല എനിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് കാണാം.